സാറേ, നമ്മുടെ കഥയമോ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് പ്രഭാകര സിദ്ധയോഗിയുടെ സാർ വളരെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. സൂപ്പർ സ്റ്റാറായ തമിഴിലെ രജനീകാന്തിൻ്റെ ഒരു ഗുരുവുണ്ട്. അദ്ദേഹം ഏതാണ്ട് 2000 വർഷത്തോളമായി ജീവിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെയും കൂടെ കാര്യങ്ങളൊന്ന് വിശദമാക്കിയത് തരാം. പ്രഭാകര സിദ്ധയോഗി 750 വയസ്സായി എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് പത്ര റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. ഇങ്ങനെയും ഈ പലരുടെയും ആത്മകഥകളിൽ വരുന്നൊരു കഥയാണ് രജനീകാന്തിൻ്റെ ഗുരു മഹാവതാർ ബാബാജി. ഈ മഹാവതാർ ബാബാജിയെ രജനീകാന്ത് കണ്ടെത്തിയതിനെ പറ്റിയൊക്കെ പല കഥകളും അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ലാതെയൊക്കെ അറിയാം. മഹാവതാർ ബാബാജിയുടെ കഥ പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ പുസ്തകത്തിലും വിശദമായിട്ടൊക്കെ ഉണ്ട്. ഇത് സംക്ഷിപ്തമായിട്ട് പറയാം, നമുക്കൊരു ചുരുക്കം ഉള്ളതുകൊണ്ട്. മാത്രമല്ല, ഇത്രയും കൊല്ലം എങ്ങനെയാണ് മനുഷ്യർക്ക് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ പറ്റി സദ്ഗുരു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും പറയാം ഇന്ന്. ഇത് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് മഹാവതാർ ബാബാജിയെ കാണുന്നതും എടുക്കുന്നതും ഒക്കെ 1999 പടയപ്പ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അദ്ദേഹത്തിൻ്റെത് സൂപ്പർ ഹിറ്റായി. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം ഓരോ സിനിമയുടെ അദ്ദേഹത്തിൻ്റെ റിലീസ് വരുമ്പോഴും ഹിമാലയത്തിലേക്ക് പോകും. ഹിമാലയത്തിൽ പോയിട്ട് മഹാവതാർ ബാബാജിയുടെ ഗുഹയുണ്ട് അവിടെ, അദ്ദേഹം തപസ് ചെയ്തിരുന്ന ഗുഹ. ആ ഗുഹയിൽ പോയിട്ട് രജനീകാന്ത് തപസ് ചെയ്യും, ധ്യാനത്തിലിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിന് ധ്യാനവുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. 1978 ഈ രജനീകാന്ത് ഈ പരമഹംസ യോഗാനന്ദ എഴുതിയ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഇത് മലയാളത്തിലുമുണ്ട്. ഈ പുസ്തകം തമിഴിലും ഉണ്ട്. അദ്ദേഹം രജനീകാന്ത് 1978 ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിച്ചു കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിൽ മഹാവതാർ ബാബാജിയെ പറ്റി പറയുന്ന ഭാഗം അദ്ദേഹത്തിന് വല്ലാതെ പ്രചോദിപ്പിച്ചു. ആ പുസ്തകത്തിൽ അദ്ദേഹം ഓർക്കുന്നത് ആ ഭാഗങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദ, ഈ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എഴുതിയ പരമഹംസ യോഗാനന്ദയുടെ ഗുരു ലാഹിരി മഹാശയൻ ആയിരുന്നു. ലാഹിരി മഹാശയൻ്റെ ചിത്രമൊക്കെ ആ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിലുണ്ട്. ഭൂമിയിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് അദ്ദേഹം ഇരിക്കുന്ന ചിത്രം അതിൽ കാണാം. ഈ ലാഹിരി മഹാശയൻ്റെയും ഗുരുവാണ് ഈ മഹാവതാർ ബാബാജി. പരമഹംസ യോഗാനന്ദയുടെ ഗുരുവിൻ്റെ ഗുരു ആണ് ഈ അദ്ദേഹം ചിരഞ്ജീവിയായിട്ടാണ്, അദ്ദേഹം മരണമില്ലാത്ത ആളായിട്ടാണ് മഹാവതാർ ബാബാജിയെ അതിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ എപ്പോഴും കണ്ടാൽ യുവാവിനെ പോലെ ഇരിക്കും. ഇത് പ്രഭാകര സിദ്ധയോഗിയെ എപ്പോൾ കണ്ടാലും 30 വയസ്സ് 40 വയസ്സ് എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. 2-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് കഥകളിലൊക്കെ കാണുന്നത്. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ കടലൂരിൽ ആണ് എന്നൊരു വിശ്വാസമുണ്ട്. കടലൂർ എന്നൊക്കെ പറയുന്ന ആ ചിദംബരത്തിൻ്റെ ഒക്കെ അടുത്താണ്, കടലൂരിലാണെന്ന്. അത് കഴിഞ്ഞ് കടലൂരിൽ നിന്ന് ജനിച്ച അദ്ദേഹം ഋഷികേശിൽ പോയി സന്യാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ മഹാവതാർ ബാബാജിയെ അവസാനം ആളുകൾ ഹിമാലയത്തിൽ കണ്ടതായിട്ട് ഈ ദൃക്സാക്ഷി വിവരണങ്ങളുള്ളത്. ഈ രജനീകാന്ത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹം പക്ഷേ ഹിമാലയത്തിൽ പോകാറുണ്ട്. പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു വിവരണം അദ്ദേഹം തന്നിട്ടില്ല. ഈ അല്ലാത്ത ദൃക്സാക്ഷികൾ മഹാവതാർ ബാബാജിയെ കണ്ടതായിട്ട് പറയുന്നത് 1861-ലും 1865-ലുമാണ്. റാണിഖേത്, അൽമോറയിലെ റാണിഖേത്, ഈ റാണിഖേതിലെ ഗുഹയിലാണ് ഈ മഹാവതാർ ബാബാജിയെ ലാഹിരി മഹാശയൻ കണ്ടതെന്ന് പരമഹംസ യോഗാനന്ദ പറഞ്ഞിട്ടുണ്ട്.
അതായത് പരമഹംസ യോഗാനന്ദയുടെ ഗുരുവായ ലാഹിരി മഹാശയൻ ഈ മഹാവതാർ ബാബാജിയെ കണ്ടത് ഈ റാണിഖേദിലെ ഗുഹയിലാണ്, ഹിമാലയത്തിൽ കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുമയോൺ മേഖലയിൽ അൽമോറ ജില്ലയിൽ ദുണാഗിരിയിൽ നിന്ന് 1 മണിക്കൂർ സഞ്ചരിച്ചാലാണ് ഈ ഗുഹ എത്തുക. അപ്പോൾ രജനീകാന്ത് ഇത്രയൊക്കെ ചെയ്താലാണ് ആ ഗുഹയിൽ എത്തുക. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ ഗുഹയിൽ രജനി പോകുന്നു, ധ്യാനിക്കുന്നു. രജനീകാന്തിനെ തന്നെ ഉദ്ധരിച്ചാൽ ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ കണ്ട മഹാവതാർ ബാബാജിയുടെ ചിത്രം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രകാശം നിറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇത് ഈ പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ ആശ്രമമൊക്കെ റാഞ്ചിയിലാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഗവർണർ PS രാധാകൃഷ്ണൻ കോയമ്പത്തൂരിലെ തമിഴിനാണ്. അടുത്തിടെ രജനീകാന്ത് ഈ PS രാധാകൃഷ്ണനെ രാജ്ഭവനിൽ പോയി കണ്ടിരുന്നു. അത് ശരി. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സ്വീകരിക്കുകയും രജനീകാന്ത് ഈ പരമഹംസ യോഗാനന്ദയുടെ ആശ്രമത്തിലൊക്കെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പൈതൃകം അദ്ദേഹം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ. രജനീകാന്ത് മഹാവതാർ ബാബാജിയെ പറ്റി ഈ അദ്ദേഹം ഒടുവിൽ ജീവിച്ചതായിട്ട് പറയുന്ന കഥയിലൊക്കെ 1828 ജനിച്ച 1895 സമാധിയായതായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രഭാകര സിദ്ധയോഗിയുടെ കഥയിൽ പല സമാധി വാർത്തകൾ പത്രങ്ങളിൽ വന്നത് പറഞ്ഞിരുന്നു. അതെ, പേരൊക്കെ ഒന്നുമായിരുന്നു. ക്രിയായോഗം ലാഹിരി മഹാശയനെ ഈ മഹാവതാർ ബാബാജിയാണ് പഠിപ്പിച്ചത്. ഉത്തരാഖണ്ഡിലാണ് ഈ അൽമോറ ജില്ലയും ഈ ഗുഹയും. ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഗായക സംഘം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ബീറ്റിൽസ് പണ്ട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പണ്ഡിറ്റ് രവിശങ്കറും അവരുടെ കൂട്ടത്തിൽ കുറെ കാലം ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് രവിശങ്കർ പറഞ്ഞിട്ട് അവർ അതിന്റെ ധനശേഖരാർത്ഥം ഒരു ഗാനമേള പരിപാടി അമേരിക്കയിൽ നടത്തിയിരുന്നു. ബീറ്റിൽസുമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ ജോർജ് ഹാരിസൺ. ഈ ബീറ്റിൽസിന്റെ 1967 ഒരു ആൽബത്തിന്റെ കവറിൽ ഈ മഹാവതാർ ബാബാജിയുടെ ഈ ചിത്രം ഉണ്ട്. ഈ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ ബീറ്റിൽസിന്റെ ജോർജ് ഹാരിസന്റെ 1974 ഒരു ആൽബത്തിലും ഈ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആൽബത്തിന്റെ ചിത്രത്തിൽ. പിന്നെ യേശുവിനെ പോലെ ഉയർത്തയാളാണ് മഹാവതാർ ബാബാജി എന്ന് നീൽ ഡൊണാൾഡ് വാൾഷ് എഴുതിയിട്ടുണ്ട്. കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സീരീസ് ഓഫ് ബുക്സ്, കോൺവെർസേഷൻസ് വിത്ത് ഗോഡ്. വളരെ പ്രശസ്തമായ പരമ്പരയാണ്. അതിലും മഹാവതാർ ബാബാജിയെ പരാമർശിക്കുന്നുണ്ട്. 2002 മുതലാണ് രജനീകാന്ത് സ്ഥിരമായിട്ട് മഹാവതാർ ബാബാജി 34 തവണ ശരീരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തിൽ അദ്ദേഹം അപ്പം 34 തവണ സമാധിയും ഈ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. 34 തവണ ജനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലാഹിരി മഹാശയൻ, സ്വാമി പ്രണവാനന്ദ, സ്വാമി ശ്രീ യുക്തേശ്വർ, സ്വാമി കേവലാനന്ദ, യോഗാനന്ദ, ഹരിഹരാനന്ദ ഇവരൊക്കെ ഈ മഹാവതാർ ബാബാജിയെ പറ്റി വിവരിച്ചിട്ടുണ്ട്. അവർ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപമെല്ലാം അപ്പോൾ ഒരുപോലെ ആയിരിക്കും ഇവർ പറയുന്നത്. ആ രൂപം നമ്മൾ ഈ ഇതിൻ്റെ കൂടെ പ്രേക്ഷകർക്ക് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ലാഹിരി ബാബാജി, പിന്നെ സഹോദരി മാതാജി, ഇവരെ 3 പേരെയും ബാബാജിയുടെ സഹോദരി മാതാജിയൊക്കെ വാരാണസിയിൽ കാശിയിൽ ദശാശ്വമേധ ഘട്ടിൽ ഒരു പ്രകാശധാരയിൽ ഒന്നിച്ച് കണ്ടതായിട്ട് രാം ഗോപാൽ എന്ന് പറഞ്ഞൊരാൾ വിവരിച്ചിട്ടുണ്ട്. 1949 ഹരിഹരാനന്ദയ്ക്ക് പുരിയിലെ കരാർ ആശ്രമത്തിൽ മഹാവതാർ ബാബാജി ദർശനം നൽകിയതായിട്ട് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഒരു ദർശനത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. അതൊരു മുറിയിൽ പ്രകാശമായിട്ടാണല്ലോ വരിക. അതെ.
ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരൊക്കെ ആണെങ്കിൽ ഒരു യേശു ദർശനം പോലും വിവരിച്ചിട്ടുണ്ട്. യേശു ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ വിവരണത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ വിശദീകരിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ഒരു തലത്തിൽപ്പെട്ട കാര്യങ്ങളല്ല അത്. പക്ഷേ ഈ സദ്ഗുരു, നമ്മുടെ കോയമ്പത്തൂരിലെ സദ്ഗുരു ഡെത്ത് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അതിൻ്റെ 74 മുതൽ 276 വരെ 2 പേജിൽ എങ്ങനെയാണ് ഈ മഹാവതാർ ബാബാജി, രജനീകാന്തിൻ്റെ ഗുരു എന്ന് പറയുന്ന ആള് 1800 കൊല്ലം ജീവിച്ചു എന്നും 2000 കൊല്ലം ജീവിച്ചു എന്നും 2500 കൊല്ലം ജീവിച്ചു എന്നുമൊക്കെ പറയുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചതെങ്കിൽ ഇപ്പൊ 2024 അതെ. അപ്പോൾ ഏതായാലും 2000 കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ ജീവിച്ചിട്ടുണ്ടാകണം അടുത്ത്. അപ്പോൾ 1800 കൊല്ലമൊക്കെ ഇങ്ങനത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് സദ്ഗുരു ആൻഡ് ഇൻസൈഡ് സ്റ്റോറി, ഡെത്ത് ആൻഡ് ഇൻസൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കുറച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. അവർക്ക് ശരീരം ആവശ്യാനുസരണം മാറാൻ കഴിയും, സ്വന്തമായി അവർക്ക് ജീവിക്കാൻ കഴിയും, തോന്നുമ്പോൾ വരാനും ഒക്കെ കഴിയും. സാധാരണ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. ഇവരെ നിർമ്മാണകായന്മാർ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ കായം, ശരീരം നിർമ്മിക്കുക, നിർമ്മാണകായന്മാർ എന്നാണ്. ശരീരം നിർമ്മിക്കുന്നവരാണ് അവര്. ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു, ശരീരം സൃഷ്ടിക്കുന്നു. അപൂർവമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അവരുടെ ശരീരത്തിന് ഇഷ്ടം പോലെ പ്രത്യക്ഷമാകാൻ കഴിയും. ഇതെന്താന്ന് വെച്ചാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ടല്ലോ. സ്ഥൂല ശരീരമാണ് നമ്മുടെ ഈ ശരീരമായിട്ട് കാണുന്നത്. ആ സൂക്ഷ്മ ശരീരം എന്നും നിലനിൽക്കുന്നു. അത് ഇഷ്ടാനുസരണം ഒരു ഊർജ രൂപം സ്വീകരിക്കുന്നു ശരീരം. എന്നിട്ട് മാറും അല്ലേ? ആ ശരീരത്തിന് തന്നെ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഈ വിസർജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണം, അതൊന്നും അത് ചെയ്യാറില്ല. ഈ പ്രഭാകര സിദ്ധയോഗിയെ തന്നെ മട്ടാഞ്ചേരിയിൽ പോലീസ് ലോക്കപ്പിൽ കിടന്നു എന്ന് പറഞ്ഞ് 1948 മാതൃഭൂമിയിൽ വന്ന വാർത്തയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തുന്നില്ല എന്നൊക്കെ ആ വാർത്തയിൽ തന്നെ കണ്ടിരുന്നു. അത് സൂക്ഷ്മ ബോഡി ആയതുകൊണ്ട് ഈ ഭക്ഷണം, വിസർജനം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. അവര് ഒരു ബോധ ഊർജ ശരീരമാണ് ഉണ്ടാക്കുന്നത്. ഫിസിക്കൽ ബോഡി അല്ല അത്. ഒരു കായിക ശരീരം അല്ല, ഭൗതിക ശരീരമല്ല. ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ ആ ജന്മം എടുക്കുന്നത്. അതുകൊണ്ട് ചില ആളുകളൊക്കെ പ്രഭാകര സിദ്ധയോഗിയുടെ ആ കഥയമ്മയുടെ ചോട്ടിൽ തന്നെ ഇവര് പിന്നെ എന്തുകൊണ്ടാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാത്തത്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തത് എന്നൊക്കെയുള്ള മട്ടിലൊക്കെ ചോദിച്ചിരുന്നു. അതിനൊന്നും വേണ്ടിയല്ല, അങ്ങനത്തെ ശരീരവുമല്ല അവര് എടുക്കുന്നത്. ശരീരത്തിലെ 20% നമ്മളുടെ ഒരു ശരീരം ഉണ്ടെങ്കിൽ അത് ആ ശരീരത്തിൻ്റെ 20% ഭാഗവും ശാരീരിക കർമ്മങ്ങൾ, ഈ വിസർജനം, ഭക്ഷണം, അതിന് വേണ്ടിയിട്ടാണ് ആ ശരീരം നിൽക്കുന്നത്. ആ 20% ഇവർക്ക് വേണ്ടല്ലോ, അത് വേണ്ട. ഊർജ ശരീരമാണത്. അത് ശരീരം പോലെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ജനിച്ചതാണ്. ഇപ്പം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് ജനിച്ചതാണ്. പക്ഷെ ഇവരുടെ ഈ ശരീരം എന്ന് പറയുന്നത് വിനിമയത്തിനുള്ള ശരീരം ആണ്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ശരീരം ഉണ്ടായാൽ മാത്രമേ വിനിമയം നടക്കൂ. എന്തോ വിനിമയം ചെയ്യാനുണ്ട് സമൂഹത്തോട്, അതിനു വേണ്ടി വരുന്നതാണ്. അതിനൊരു ശരീരം വേണം, നല്ല വേറൊരു മനുഷ്യനോട് സംസാരിക്കാനൊക്കെ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ശരീരം മരിച്ചാലും ഈ പറഞ്ഞ പോലെ സൂക്ഷ്മ ശരീരം നിൽക്കും. അതാണ് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷമായിട്ട് വരുന്നത്. അതിൽ മാംസമൊന്നും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഈ സൂക്ഷ്മ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് സദ്ഗുരു പറയുന്നുണ്ട്. ഇത് പുനർജന്മമായിട്ടൊന്നും കരുതരുത്. ഗർഭപാത്രത്തിലാണ് സാധാരണഗതിയിൽ ശരീരം ഉണ്ടാകുന്നത്. ആ ശരീരവും ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്, സദ്ഗുരു പറയുക. പക്ഷെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഊർജം തന്നെയാണ് വരുന്നത്.
പുറത്തെത്തിക്കഴിഞ്ഞാൽ, ഗർഭപാത്രത്തിൻ്റെ പുറത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെത്താനെ നിങ്ങൾക്ക് സിദ്ധി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 അടി ഉയരം വരെ വളരാം, സിദ്ധി ഉണ്ടാവുകയാണ് എന്ന് സദ്ഗുരു പറയുന്നു. ഇപ്പോൾ പ്രഭാകര സിദ്ധയോഗിയുടെ കാര്യത്തിൽ നമ്മൾ ഒരാളുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ യതിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹിമാലയത്തിൽ കാണുന്ന യതിയുടെ കാര്യമൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ മഹാവതാർ ഇവർ ചെയ്യുന്ന ജോലി ചെറുതായിരിക്കും, ചെറിയ ജോലി ചെയ്യാനാണ് അവർ വീണ്ടും ഈ പ്രത്യക്ഷമൊക്കെ എടുക്കുന്നത്. മനുഷ്യർക്കാണ് ശരിക്കും ഈ കാലം ഉള്ളത്. നമ്മൾ ഈ വർഷക്കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ, 2-ാം നൂറ്റാണ്ട് 1976, ഇത് മനുഷ്യനിർമ്മിതമാണല്ലോ. ലോകം ഉണ്ടായിട്ട് 2024 കൊല്ലമൊന്നുമല്ലല്ലോ ആയിട്ടുള്ളത്. നമ്മൾ 2024 കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാലം എന്ന് പറയുന്നത് ഒരു പ്രവാഹമാണ്, ഒഴുകി പോവുക. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ ഈ കലണ്ടർ ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല. അവർ മരിക്കുന്നുമില്ല, അവർ മുഴുവനായിട്ടും അലിഞ്ഞു തീരുകയാണ്. അതല്ലാതെ ഈ ശരീരം മരിച്ചു പോകുന്നതല്ല. ആ സൂക്ഷ്മ ശരീരം ഇവർ പോകുമ്പോഴും നിലനിൽക്കുന്നു, അത് വീണ്ടും വരുന്നു. അങ്ങനെയാണ് സദ്ഗുരു അദ്ദേഹത്തിൻ്റെ ഈ വിവരണത്തിൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരണമായിട്ട് പറയുന്നത്. ഈ രജനീകാന്ത് തന്നെ ഒരു സിനിമയിലെ ബാബ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറക്കി, അതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ ബാബ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ഈ ഒരു മനുഷ്യനുമായിട്ട് ഒരു ബാബയ്ക്ക് വരുന്ന ബന്ധത്തിനെ പറ്റിയിട്ടാണ് ആ സിനിമ. അത് ഈ ബാബയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെ ബാബയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതേസമയം സത്യജിത് റായ് എന്ന് പറഞ്ഞ സംവിധായകനാകട്ടെ മഹാപുരുഷ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ട്. ഇത്തരം ആളുകളൊക്കെ പറ്റി പുച്ഛിക്കുന്ന ഒരു മഹാപുരുഷനുമായിട്ട്, അവതാര പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളുടെ കഥയാണത്. പക്ഷെ അതിൽ ഈ മഹാപുരുഷന്മാരെ പുച്ഛിക്കുന്നതാണ് ആ സിനിമയുടെ പ്രമേയം. അതാണ് രജനീകാന്തും സത്യജിത് റായും തമ്മിലുള്ള വ്യത്യാസം. ഈ ബാബ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവിനെ അല്ലെങ്കിൽ അതൊന്ന് വെളിവാക്കുക തന്നെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം അത് എന്താ വെച്ചാൽ ഈ തിയേറ്ററിൽ വന്നപ്പോൾ വേണ്ടത്ര സാമ്പത്തിക വിജയമായിരുന്നില്ല അന്ന്, പക്ഷേ പൈസയൊക്കെ തിരിച്ചു കൊടുത്തു. അതൊരു വലിയ മാതൃകയല്ലായിരുന്നു അതിന്റെ മുഴുവൻ ആളുകൾ. അതെന്താന്ന് വെച്ചാൽ രജനീകാന്തിന്റെ ഉള്ളിൽ ഒരു ആത്മീയ പുരുഷൻ ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം പദവിയും പണവും ഒന്നും കാക്ഷിക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇങ്ങനൊരു വശം മോഹൻലാലിനും ഉണ്ടല്ലോ. അതെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ കഥയമമ്മയിലൂടെ ഈ രജനീകാന്തിൻ്റെ ഗുരുവിനെ പരിചയപ്പെടുത്തിയത് പ്രേക്ഷകർക്ക് വേറെ ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു ഗുരുവിൻ്റെ കഥകളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.